കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് വരുത്തിയേക്കും എന്നതാണ് വാർത്ത. അമിത ടിക്കറ്റ് നിരക്കിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇളവ് സംബന്ധിച്ച് കേന്ദ്ര ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയതായി മുസ്ലിം ലീഗ് എംപിമാരും കേന്ദ്ര വ്യോമയാന വകുപ്പിന് ഉറപ്പ് ലഭിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കി. മന്ത്രി ഇതിൽ വ്യക്തിപരമായി ഇടപെട്ട് $500 ടിക്കറ്റ് തോറും കുറയ്ക്കാനുള്ള നടപടി എടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തീരുമാനിച്ചതിൽ നിന്ന് 500 40,000 വ്യത്യാസം ഉണ്ടാവും. അത് ചെയ്യാമെന്നുള്ള സമീപനമാണുള്ളത്. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാമെന്ന് അത് അവർ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തീരുമാനമായി ചുരുങ്ങിയത് 40,000 രൂപയുടെയെങ്കിലും കുറവാണോ പ്രതീക്ഷിക്കുന്നത്? അരുൺ, നിലവിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് എംപിമാർക്കാണ് അത്തരത്തിൽ തുകയുടെ ഒരു ധാരണ നൽകിയിരിക്കുന്നത്. $500 ഏകദേശം 40,000 രൂപയുടെ കുറവ് വരുത്തുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എംപിമാർക്ക് സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ നിന്നും, കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിട്ട് സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ആ കാര്യമാണ് ലീഗ് എംപിമാർ മാധ്യമങ്ങൾ അറിയിക്കുന്നത്. പക്ഷേ 40,000 രൂപ കുറച്ചാൽ പോലും വീണ്ടും ഒരു 40,000 രൂപയുടെ അന്തരം മറ്റ് 2 എയർപോർട്ടുകളുമായി ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നവർ 86,000 രൂപ നൽകുമ്പോൾ 40,000 രൂപ കുറച്ചാൽ പോലും കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 1,20,000 രൂപ 25,000-ഓളം രൂപ നൽകേണ്ട ഒരു സാഹചര്യം അപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് എമൗണ്ടിനേക്കാൾ വീണ്ടും കുറവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് എംപിമാർ വീണ്ടും കേന്ദ്ര മന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എംപിമാരുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോഴും പ്രതിഷേധം വ്യാപകമായി തന്നെ തുടർന്നു. ഇന്നലെ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ എയർപോർട്ടിന് മുമ്പിൽ സമരസംഗമം നടത്തിയിരുന്നു. ഇന്ന് രാവിലെ 10:30 കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കരിപ്പൂർ എയർപോർട്ടിലേക്ക് ബഹുജന മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തകരെ അണിനിരത്തിയായിരിക്കും ഈ മാർച്ച് സംഘടിപ്പിക്കുക. പ്രത്യക്ഷ സമരത്തിലേക്ക് കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നു. നാളെ വൈകുന്നേരം 7 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് തീപ്പന്തം കൊളുത്തി നൈറ്റ് മാർച്ച് നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു തുക നൽകി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. പലരുടെയും ഹജ്ജ് എന്ന സ്വപ്നത്തെ പോലും സാരമായി ബാധിക്കുമെന്നുള്ളതാണ് തീർത്ഥാടകർ ഇപ്പോഴും ആശങ്ക അറിയിക്കുന്നത്. അതേസമയം ഹജ്ജ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാനും ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും വലിയൊരു ഇളവ് പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉറപ്പ് നൽകിയതായി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ ഉറപ്പുകളുടെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ തീർത്ഥാടകരൊക്കെ നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ഔദ്യോഗികമായി ഇതുവരെ ഒരു നിരക്ക് കുറവിനെ കുറിച്ച് ഇളവിനെ കുറിച്ചുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘം ഇതുപോലെ ഡൽഹിയിലേക്ക് പോയി അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അവർ പക്ഷേ ഇത്തരത്തിലൊരു ഉറപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അനിശ്ചിതത്വം തുടരുകയാണ് എന്നാണ് ഇപ്പോഴും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വ്യക്തമാക്കുകയും യാത്രികർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. ടിക്കറ്റ് നിരക്കിൽ 40,000 രൂപയോളം കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇരട്ടിയിലധികമായിരുന്നു. 80,000 1,60,000 ആയിരുന്നു കരിപ്പൂർ വഴിയുള്ളത്. എന്തായാലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇടപെടലായിരുന്നു. ആ ഇടപെടലിൽ ലീഗ് ആഞ്ഞു പിടിച്ചു. അതിന് ഫലം കണ്ടിരിക്കുന്നു.